ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഹരീഷ് നീതുവിനെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. സീതയ്ക്കും അഖിലിനും ചന്ദ്രനും താക്കീത് കൊടുക്കുകയാണ് ഹരീഷ്. ഇനി പഴയതുപോലെ ഇവളെ തല്ലാനും ചവിട്ടാനും നിന്നാൽ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വിചാരിക്കരുത്. ചേട്ടല്ല ചെല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കെന്ന് പറഞ്ഞ ഹരീഷ് അവിടെ വന്ന് പോകുമ്പോൾ ബാഗുമായി അകത്തേക്ക് പോവുകയാണ് നീതു. അഖിൽ ചോദിക്കുന്നു, എടി നാണമില്ലാതെ എങ്ങോട്ടടി കയറി വരുന്നേ? എന്റെ വീട്ടിലേക്ക് തന്നെ നീതു പറയുമ്പോൾ അഖിൽ ചോദിക്കണ്ട, നിന്റെ വീടോ? നീയല്ലേ ചത്തുന്ന് കരുതിക്കോളാൻ പറഞ്ഞ ഇറങ്ങിപ്പോയത്? നാശമേ. ഇത് കേട്ട് നീതു പറയുകയാണ്, ഞാൻ പോയി തന്നാൽ അച്ഛന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാമെന്ന് കരുതിയല്ലേ നശൂലമേ. അപ്പൊ അഖിൽ പറയുകയാണ്, അങ്ങേര് പിന്നെ കോടികൾ സമ്പാദിച്ചു വെച്ചിരിക്കുകയല്ലേ, വാടക കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നല്ലേ. ഇത് കേട്ട് സീത ചോദിക്കുന്നു, എടാ ഇവള് തോന്നിവാസം കാണിച്ച് ഇറങ്ങിപ്പോയതിനും തിരിച്ചു വന്നതിനും നീ എന്തിനാ അച്ഛനെ പരിഹസിക്കാൻ നിൽക്കുന്നത്? എടി നീ എന്തിനാടി തിരിച്ചു വന്നേ? അതും അവന്റെ കൂടെ ബൈക്കിൽ ഞെണിഞ്ഞിരുന്ന് വരാൻ നാണാവല്ലേടി നിനക്ക്? വിരൽ ചൂണ്ടി നീതു പറയുന്നു, ദേമ്മേ അടിക്കാൻ നിൽക്കരുത്. അപ്പൊ സീത പറയുകയാണ്, നീ പോയ പോലെ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞതാണോ? അവന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ കൈ ഒഴിഞ്ഞ് തിരിച്ചു കൊണ്ടാക്കി. ഇത് കേട്ട് നീതു പറയുകയാണ്, അവൻ കൈ ഒഴിഞ്ഞതൊന്നും അല്ല, ഞാൻ തന്നെ സ്വയം തീരുമാനിച്ച് തിരിച്ചു വന്നതാ. നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കണ്ടെന്ന് കരുതി മാത്രം. എന്നിട്ടിപ്പോ ഉണ്ടാക്കി വെച്ചത് നാണക്കേടല്ലേ എന്ന് സീത ചോദിക്കുമ്പോൾ അപ്പൊ നീതു പറയുകയാണ്, ലോകത്തെ ആദ്യമായിട്ട് പ്രേമിക്കുന്ന ആള് ഞാനല്ല, അപ്പൊ അത്ര വലിയ നാണക്കേടൊന്നുമല്ല. തിരിച്ചു വന്നത് തെറ്റായി കാണുന്ന ഒരു തള്ള ലോകത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇത് കേട്ട് സീത പറയുകയാണ്, അതെ നീ ഇപ്പം നാണം കെടുത്തി തിരിച്ചു വന്നത് തെറ്റ് തന്നെയാ. അതും അവനെ കെട്ടിപ്പിടിച്ച് ഈ വീടിന്റെ മുന്നിൽ വന്ന് നിന്നത് അതിലും വലിയ തെറ്റാ. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതോടെ നീ എല്ലാം അവസാനിപ്പിച്ചോണം. ഇനി അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാ മതി, അല്ലെങ്കിലേ ദാ ഇപ്പൊ ഇറങ്ങിക്കോ. അപ്പൊ നീതു പറയുകയാണ്, ഞാൻ വന്നതുകൊണ്ടാണ് പുറത്തു നിന്ന് എല്ലാവരും ഇവിടുന്ന് പോയത്, ഇല്ലെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ എന്ത് മറുപടി പറയുമായിരുന്നു? അപ്പൊ അഖിൽ പറയുകയാണ്, ആരെങ്കിലും ചോദിച്ചാൽ നീ ചത്തുപോയെന്ന് ഞങ്ങള് പറഞ്ഞേനെ. സീത ചോദിക്കുന്നു, നീ എന്താ അവരോട് പറഞ്ഞേ? ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയതാണെന്നോ? ബോയ് ഫ്രണ്ടിന്റെ ഒപ്പമാണ് വന്നിറങ്ങിയെന്നോ? നീ അതിനാണോടി പോയത്? മാനം കിട്ടവളെ, അവനെ കെട്ടിപ്പിടിച്ചോണ്ട് ഞങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നു. നാണം ഇല്ലേടി നിനക്ക്? പോയവർക്ക് ആ വഴിക്കങ്ങ് പോയാൽ പോരായിരുന്നോ? തിരിച്ചു വന്ന് ഞങ്ങളെ നാണം കെടുത്തുന്നത് എന്തിനാ? 2 ദിവസം വിഷമിച്ചേനെ, അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ജോലി നോക്കി പോയി. എന്തിനാടി ഇങ്ങോട്ട് വന്നേ? അപ്പൊ നീതു പറയണേ, എനിക്ക് ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. ഹരീഷ പറഞ്ഞത് നിന്റെ അച്ഛനും അമ്മയും പാവങ്ങളല്ലേ, നീ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ അവർക്ക് നാണക്കേടാണെന്ന്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ ഉപദേശിച്ച് എന്നെ ഇവിടെ ആക്കിയിട്ട് പോയതാ. ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. ഞാൻ ഹരീഷിനെ സ്നേഹിക്കുന്നു, അവനും എന്നെ സ്നേഹിക്കുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങൾ കല്യാണം കഴിക്കും. സീത ചോദിക്കുന്നു, കല്യാണം കഴിക്കുമെന്നോ? അത് കാണേണ്ടെന്ന് കരുതിയല്ലേ നീ വീട് വിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ തടയാതിരുന്നത്? ഇപ്പൊ എന്ത് കാരണം കൊണ്ടാണ് നീ തിരിച്ച് വീട്ടിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. നീ എപ്പോ ഈ വീട്ടിലേക്ക് കാല് വെച്ചോ, ഇനി നീ ഞങ്ങൾ പറയുന്ന മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. ഇനി അവനെ കാണും കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്ന് ഞങ്ങളുടെ വാക്ക് കേട്ട് ഞങ്ങളുടെ മകളായിട്ട് ഇവിടെ കഴിയുക, ഇല്ലെങ്കിൽ ഇറങ്ങിപ്പൊയ്ക്കോണം. അഖിൽ പറയണ, അവൾ എങ്ങനെ പോകാനാണമ്മേ? അവൻ വിരട്ടി വിട്ടതാ. ഇത് കേട്ട് നീതു ചോദിക്കുന്നു, നീ കണ്ടായിരുന്നോ എന്നെ വിരട്ടി വിടുന്നത്? എന്റെ ദേഹത്ത് ആരെങ്കിലും കൈവച്ചാൽ വിവരം അറിയും. ഹരീഷിന്റെ ഭീഷണി കേട്ടായിരുന്നല്ലോ. സീത ചോദിക്കുന്നു, നീ എന്താടി പറഞ്ഞേ? നിന്റെ ദേഹത്ത് കൈവെക്കരുതെന്നോ? അങ്ങനെ സീത നീതുവിനെ തല്ലുകയാണ്. ദേഹത്ത് കൈവച്ചാൽ നീ എന്ത് ചെയ്യും? അടിക്കുമ്പെന്ന് അഖിൽ പറയുമ്പോൾ സീത പറയുകയാണ്, അവൻ പറഞ്ഞത് ശരിയല്ലേ, നിന്നെ ഒരു ദിവസം പോലും അവന് താങ്ങാൻ പറ്റിയില്ല, തിരിച്ചുകൊണ്ട് നാക്കിട്ട് പോയിരിക്കുന്നു. ഇപ്പൊ തന്നെ നിന്റെ അവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കിയല്ലോ. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ട് ഇവിടെ താമസിക്കെങ്കിൽ താമസിക്കും. ഇനി നീ അവന്റെ പിന്നാലെ പോയാൽ ഞാൻ തന്നെ നിന്നെ കൊല്ലും. അഖിൽ പറയുകയാണ്, അമ്മ ഇവളോടൊക്കെ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? കൈയും കാലും തല്ലി ഒടിച്ച് റൂമിൽ കിടത്തണം, പിന്നെ എങ്ങനെ ഇവള് അവനെ തേടി പോവുക? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞ് അഖിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഒന്ന് പോടാന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് നീതു. ഒരു വലിയ തടിക്കഷ്ണവുമായി അവിടേക്ക് വന്ന അഖിൽ പറയുന്നു, എടി വാതിൽ തുറക്കടി. തുറക്കാൻ പറ്റില്ലാന്ന് നീതു പറയുമ്പോൾ അഖിൽ പറയുകയാണ്, അമ്മേ ആദ്യം ഈ കതക് ചവിട്ടി തുറക്കണം. എപ്പൊ നോക്കിയാലും റൂമിനകത്ത് കയറി വാതിലടയ്ക്കുന്നു, കതക് തുറക്കടി എന്ന് പറഞ്ഞ് അഖിൽ ബഹളം വെക്കുമ്പോൾ ചന്ദ്രൻ തടയാൻ ശ്രമിക്കുകയാണ്. സീത പറയുകയാണ്, എത്ര നേരം അവൾ അകത്തിരിക്കുമെന്നാ ഞാനൊന്ന് നോക്കട്ടെ, അവള് പുറത്തിറങ്ങട്ടെ. നീ പറഞ്ഞതുപോലെ അവളുടെ കൈയും കാലും ഓടിച്ച് റൂമിനകത്തിരുത്താം, പിന്നെ എങ്ങനെ ഇവള് പുറത്തിറങ്ങും? അവൻ ഇവളെ അന്വേഷിച്ചു വരുമെന്ന് നമുക്കൊന്ന് കാണണമല്ലോ. അവൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ, അവക്കിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ സീതയും അഖിലും ദേഷ്യത്തോടു കൂടി അവിടേക്ക് ഇരിക്കുമ്പോൾ ചന്ദ്രൻ പറയുകയാണ്, ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് മാനം പോകരുത്. അപ്പൊ സീത പറയുകയാണ്, ഉണ്ടായിരുന്ന മാനം നിങ്ങളുടെ മോൾ ഇല്ലാണ്ടാക്കി, അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ആളിങ്ങോട്ട് ഇറങ്ങി വരട്ടെ. തുടർന്ന് ഹരീഷ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, എന്താണ് ഇത്? പോയപ്പോ ആ പെണ്ണുണ്ടായിരുന്നു കൂടെ, ഇപ്പൊ തനിച്ചു വരുന്നു. അവളെ എവിടെ കൊണ്ടുപോയി കളഞ്ഞു? ഇങ്ങനെ വീട്ടിലേക്ക് വന്നവളെ തെരുവിലാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ, വിവരമില്ല നിനക്ക്? ഹരീഷ് ദേഷ്യത്തോടു കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ആ ഇങ്ങനെ നോക്കിയാ മതി, മറുപടി പറയരുത്. നിധിയും സുഭാഷും സുധീഷും നികേഷും ഒക്കെ നീതു എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഞാൻ നീതുവിനെ വീട്ടിൽ കൊണ്ടാക്കി. നീ എന്താണ് ഈ പറയുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുകയാണ്, കല്യാണം കഴിക്കാനായിരുന്നെങ്കിൽ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ, എന്തിനാ അവളെ വീട്ടിൽ കൊണ്ടാക്കിയത്? നീതു പറയുകയാണ്, നീതുവിനെ അവളുടെ അമ്മയും ചേട്ടനും ഒരുപാട് തല്ലുന്നുണ്ടെന്നാ പറഞ്ഞത്, വീണ്ടും നീതുവിനെ വീട്ടിലാക്കിയത് ശരിയാകുമോ? സുഭാഷ് ചോദിക്കുന്നത്, എന്താണ് നീ മിണ്ടാൻ നിൽക്കുന്നത്? എന്തിനാ നീ നീതുവിനെ വീട്ടിലാക്കിയത്? അവ ഹരീഷ് പറയുകയാണ്, സുഭാഷിത ഞങ്ങൾ സംസാരിച്ച ആ തീരുമാനം എടുത്തതാണ്. ഇപ്പൊ അവളുടെ വീട്ടിലും ഞാൻ ഇവിടെയും താമസിക്കുന്നതാ ശരി. അവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി അവരോടെല്ലാം പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്.
ഇരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ എന്നെ വിളിക്കും. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ അവളുടെ കയ്യിൽ ഫോൺ ഇല്ലല്ലോ. ഹരീഷ് പറയുന്നു, ഒരു ഫോൺ വാങ്ങി കൊടുത്തു. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ എന്നെ വിളിക്കും, ബാക്കി അപ്പ നോക്കാം. സുധീഷ് ചോദിക്കുന്നു, പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ട് നീ എന്തിനാ അവളെ അവിടെ കൊണ്ടാക്കിയത്? അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്ന്? ഇനിയും വീട്ടിലേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടേക്കുകയല്ലായിരുന്നു. അപ്പൊ നീ ഇങ്ങനെ വീട്ടിൽ കൊണ്ടാക്കിയത് ശരിയായോ? അവളുടെ ചേട്ടനാണെങ്കിൽ ഒരു ഭ്രാന്തനാ, വെറുതെ ഇരിക്കില്ല അവൻ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അതേടാ. അപ്പൊ ഹരീഷ് പറയുകയാണ്, അവള് തന്നെയാ പറഞ്ഞത് അവിടെ വീട്ടിലേക്ക് പോകാന്ന്. ഇപ്പൊ അവൾ ഇവിടെ താമസിക്കണമെങ്കിൽ ഞങ്ങളുടെ കല്യാണം നടക്കണം. കല്യാണത്തെ കുറിച്ചൊന്നും ഞങ്ങളിപ്പോ ആലോചിച്ചില്ല. 2-3 വർഷം കഴിയട്ടെ, പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കാം. ഇതൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവളും മനസ്സിലാക്കി. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ശരി, കല്യാണം വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചതൊക്കെ ശരി തന്നെ. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പെണ്ണിനെ വീണ്ടും വീട്ടിൽ കൊണ്ടാക്കിയത് ശരിയാണോ? അതാ എന്റെ പേടി. വീണ്ടും അവിടെ ചെല്ലുമ്പോൾ പ്രശ്നം കൂടുകയല്ലേ ഉള്ളൂ. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഇല്ല സുഭാഷ് ഏട്ടാ, ഈ തീരുമാനം എടുത്തത് നീതുവാ. എന്റെ വീട്ടുകാരെ പറ്റി എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാന്ന് അവള് തന്നെയാ പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ മേടിച്ചു കൊടുത്തേ. വീട്ടുകാരറിയാതെ ആ ഫോൺ സൂക്ഷിക്കും അവൾ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ എന്നെ വിളിക്കും. തെറ്റായിട്ടൊന്നും സംഭവിക്കില്ല, നിങ്ങൾ ആരും പേടിക്കണ്ട. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. സുധീഷ് ചോദിക്കാണ്, ഇവനെന്താ ഇങ്ങനെ പറയുന്നത്? ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവിടെ അവർ നീതുവിനെ തല്ലി ചതച്ച് നീതുവിനെ ഫോൺ വിളിക്കാൻ പറ്റാതെ വന്നാൽ അവിടെ എന്താ നടന്നെന്ന് ഇവൻ മാജിക്കിലൂടെ കണ്ടുപിടിക്കൂ. അപ്പൊ നിധി പറയുകയാണ്, ഹരീഷ് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയല്ലേ പറഞ്ഞത്. അവർ രണ്ടുപേരും കൂടി സംസാരിച്ചല്ലേ ഈ തീരുമാനം എടുത്ത്. പ്രശ്നമൊന്നും ഉണ്ടാകില്ല, സുധീഷ് സമാധാനിക്കും. അപ്പൊ സുഭാഷ് പറയണ, പാവം നീതു, അവിടെ ഇപ്പൊ എന്താണോ അവസ്ഥ? തുടർന്ന് ഹരീഷുമായി സംസാരിച്ച് സുധീഷ് പുറത്തിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, ആരാ? ഹരീഷാണോ വിളിച്ചത്? ഹരീഷ് ഓക്കെ ആണോ? അപ്പൊ സുധീഷ് പറയണ, അവൻ ഓക്കെയാണ് നിധി, പ്രശ്നമൊന്നുമില്ല, നീതുവിനെ വിളിച്ചായിരുന്നു. ഇതിട്ട് നിധി പറയണ, എനിക്ക് ഹരീഷിനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ആ കുട്ടി ഹരീഷിനെ മതിയെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഹരീഷ് നീതുവിനെയും കൂട്ടി പോയി തനിച്ച് സംസാരിച്ചു. അവര് തിരിച്ച് വീട്ടിലേക്ക് വരുമെന്നാ ഞാൻ വിചാരിച്ച്. നേരെ നീതുവിനെ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ വിട്ടു. ഇങ്ങനെ എല്ലാ ഡിസിഷനും ഹരീഷ് തന്നെ എടുക്കുന്നത് നല്ല കാര്യമാണ്. പക്ഷെ പാവം നീതു, അവളെ എന്തിനാ വീട്ടിൽ കൊണ്ടാക്കിയത്? കല്യാണം എന്ന ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ അതല്ലേ ചൂസ് ചെയ്യൂ. അപ്പൊ സുധീഷ് പറയുകയാണ്, അവന് നീതുവിനെ വീട്ടിൽ കൊണ്ടുവിടണമെന്നുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നീതുവിനെ കല്യാണം കഴിക്കാതെ ഹരീഷിനെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നിധി പറയുകയാണ്, അത് തന്നെ ഞാനും പറഞ്ഞു. ഒന്ന് ആലോചിച്ചാൽ കല്യാണം കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഹരീഷ് അത് ചൂസ് ചെയ്തില്ല? ഇപ്പൊ ഹരീഷിന്റെ സ്ഥാനത്ത് സുധീഷ് ആയിരുന്നെങ്കിൽ കല്യാണം എന്നുള്ള ഓപ്ഷൻ അല്ലേ ചൂസ് ചെയ്യും. ഇത് കേട്ടൊന്ന് പതിരി സുധീഷ് പറയുകയാണ്, അതെ, ഞാനായിരുന്നെങ്കിൽ കല്യാണം കഴിച്ചേനെ. പക്ഷെ ഹരീഷ് സുധീഷ് അല്ലല്ലോ. അവൻ എന്തുകൊണ്ടാ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത് നിധിക്ക് അറിയാമോ? അവന് നീതുവിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാത്തത് കൊണ്ടാ അവനിപ്പം കല്യാണത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റാത്തത്. ഇത് കേട്ട് നിധി പറയുകയാണ്, ഇതായിരിക്കും കാരണമെന്ന് ഞാനും വിചാരിച്ചു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഇതൊക്കെ ആലോചിച്ചല്ലേ? അപ്പൊ നിധി പറയുകയാണ്, ഇതൊക്കെ എനിക്കറിയത്തില്ലേ? പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, നിധി ഇത്രയ്ക്ക് ബ്രില്യന്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ നിധി പറയുകയാണ്, അതെ അതെ, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ട്യൂബ് ലൈറ്റ് ആയിരുന്നു. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ടോപ്പിക്ക് മാറുന്നുണ്ടല്ലോ. നിധി, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാതെ അവൻ കല്യാണം കഴിക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ്. ഞാൻ അവനോട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അവൻ പറയുന്നത് നേരത്തെ തന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ട് അത് സുഭാഷ് ഏട്ടന് വലിയ പ്രശ്നമായെന്ന. കല്യാണാലോചനകൾ വരുമ്പോൾ എല്ലാവരും അത് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹരീഷിന്റെയും കൂടി കല്യാണം നടന്നാൽ പിന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കില്ല എന്നാ അവൻ പറയുന്നത്. അതുകൊണ്ട് സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുന്നത് വരെ അവൻ തന്റെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കില്ല എന്നാ പറയുന്നത്. ഇത് അവൻ എന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പറഞ്ഞത്. ഇത് കേട്ട് നിധി പറയുകയാണ്, ഹരീഷ് പറഞ്ഞത് ശരിയാണല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, അവന് വേണ്ടി ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. അപ്പൊ പോലും അവൻ സുഭാഷ് ഏട്ടനെ കുറിച്ചാ ചിന്തിച്ചത്. എന്റെ അനിയൻ സൂപ്പറാ, ഞാൻ പോലും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇത് കേട്ട് നിധി പറയുകയാണ്, ഹരീഷ് ഒരു ഡിഫറെന്റ് ക്യാരക്ടറാ. അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ, നീതുവിന്റെ ഫോണ് വീട്ടുകാര് പൊട്ടിച്ചെന്ന് പറഞ്ഞ് പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്ത് നീതുവിനെ വീട്ടിൽ കൊണ്ടാക്കി. ഇവൻ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ അറിയാവുന്നും ഇങ്ങനെയൊക്കെ ഉത്തരവാദിത്തമുള്ള ആളാണെന്നും ഒക്കെ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പുഞ്ചിരിച്ച നിധി പറയുകയാണ്, ഹരീഷ് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് നീതുവിന് ഹരീഷിനെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് ഹരീഷിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇങ്ങനെ ഉത്തരവാദിത്തമുള്ള തന്നെ മനസ്സിലാക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികൾ അങ്ങനെയൊന്നും കൈവിടില്ല. നീതുവിന് ഹരീഷിനോടുള്ള സ്നേഹം എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇത് കേട്ട് സുധീഷ് പറയണ, അതെ അതെ, അവൻ സുഭാഷ് ഏട്ടനെ കുറിച്ച് മാത്രം ചിന്തിച്ചപ്പോൾ ഞാൻ നീതുവിനെ കുറിച്ചും ചിന്തിച്ചില്ലേ? നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നിധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോവുകയാണ്. സുധീഷ് പറയണ, ഹരീഷിനെ കുറിച്ച് എന്നോട് നല്ലത് പറഞ്ഞതുപോലെ എന്നെ കുറിച്ച് ആരോടെങ്കിലും നല്ലത് പറയോ? അങ്ങനെ എന്നെ കുറിച്ച് നല്ലത് പറയാൻ എന്താ ഉള്ളത്? തുടർന്ന് കാതൊക്കെ തുറക്കടി എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് അഖിൽ. കുറച്ചിപ്പുറത്തായിരിക്കുകയാണ് സീതയും ചന്ദ്രനും. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് തടികഷ്ണം വാങ്ങിച്ചുകൊണ്ട് ചന്ദ്രൻ പറയുന്നു, എടാ അതിങ്ങോട്ട് താ, ആരാ വന്നിരിക്കുന്നതെന്ന് അറിയില്ല, വാതിൽ തുറക്ക്. അങ്ങനെ അവർ വാതിൽ തുറക്കുമ്പോൾ പോലീസുകാരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. പോലീസുകാരെ ചോദിക്കുന്നു, ആരാ ഇവിടെ നീതു? അപ്പൊ ചന്ദ്രൻ പറയുകയാണ്, എന്റെ മകളാ നീതു. എന്താ മേഡം, എന്താ കാര്യം? ഇവരൊക്കെ ആരാണെന്നാ പോലീസുകാരി ചോദിക്കുമ്പോൾ ചന്ദ്രൻ പറയുകയാണ്, ഇത് അവളുടെ അമ്മ, ഇത് ചേട്ടൻ. എന്താ മേഡം, നീതു എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അപ്പൊ സീത പറയുകയാണ്, എടി മഹാഭാവി, പോലീസ് അന്വേഷിച്ചു വരുന്ന രീതിയിൽ നീ എന്താടി ചെയ്ത്? ഇത് കേട്ട് പോലീസുകാരി പറയുകയാണ്, മിണ്ടരുത്, നീതുവിനോട് ഇങ്ങോട്ട് വരാൻ പറ. അപ്പൊ സീത പറയുകയാണ്, നീതു പുറത്ത്
പുറത്തേക്ക് ഇറങ്ങി വാ, നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരിക്കുന്നു. നീ എന്താണ് ചെയ്തത്? നീതു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നു, എന്താ നീതു ഇത്? എന്തിനാ നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നേ? പോലീസുകാരി ചോദിക്കുന്നു, നിങ്ങളാണോ ഞങ്ങളെ ഫോൺ വിളിച്ചത്? അപ്പൊ നീതു പറയുകയാണ്, അതെ മാഡം, ഞാൻ ഫോൺ ചെയ്ത് കംപ്ലൈന്റ് തന്നത്. ഇത് കേട്ട് എല്ലാവരും ചുറ്റി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഇവരാണോ പ്രശ്നക്കാരെന്ന് പോലീസുകാരി ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, അതെ മാഡം, ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്നെ ടോർച്ചർ ചെയ്യുക. പോലീസുകാരി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ ഈ പെൺകുട്ടിയെ ടോർച്ചർ ചെയ്തത്? അപ്പൊ സീത പറയുകയാണ്, ഞങ്ങൾ എന്തിനാ ഇവളെ ടോർച്ചർ ചെയ്യുന്നത്? ഇവള് ഞങ്ങളുടെ മകളാ. പോലീസുകാരി പറയുന്നു, നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞാ നീതു കംപ്ലൈന്റ് തന്നത്. അഖിൽ പറയുന്നു, മാഡം അങ്ങനെയൊന്നുമില്ല, ഇവളെന്റെ പെങ്ങളാ, പിന്നെന്തിനാ ഞങ്ങൾ ഇവളെ ദ്രോഹിക്കുന്നത്? അപ്പൊ നീതു പറയണം, മാഡം അഭിനയിക്കുക. ഇപ്പൊ പോലും ഞാൻ ലോക്ക് ചെയ്ത് അകത്തിരുന്ന എന്തിനാണെന്ന് അറിയോ? പുറത്തേക്ക് ഇറങ്ങി വന്നാൽ എന്റെ കൈയും കാലും തല്ലി ഒടിക്കുമെന്നാ എന്റെ അമ്മയും ചേട്ടനും പറഞ്ഞേ. ഇവരെ ഭയന്ന് ഞാൻ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. എന്നെ ഒരുപാട് അടിച്ചു. ദേ ഇവൻ എന്നെ മാടിനെ അടിക്കുന്നത് പോലെ അടിച്ചു. എടി ഞാൻ നിന്നെ അടിച്ചു എന്ന് ചോദിച്ച് അഖിൽ അരികിലേക്ക് വരുമ്പോൾ തടങ്ങിക്കൊണ്ട് പോലീസുകാരി ചോദിക്കുന്നു, നിക്കടെ അവിടെ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയെ തല്ലാൻ പോവുകയാണോ നീ? ആരാ നീ? നിന്റെ പേരെന്താ? അപ്പൊ അഖിൽ പറയണ, എന്റെ പേര് അഖിൽ, നീതുവിന്റെ ചേട്ടനാ. നിനക്കെന്താ ജോലി എന്നാ പോലീസുകാരി ചോദിക്കുമ്പോൾ അഖിൽ പറയണ, ജോലി അന്വേഷിക്കുക മാഡം. പോലീസുകാരി ചോദിക്കുന്നു, ജോലിക്ക് പോകാതെ വീട്ടിലിരുന്ന് കോളേജിൽ പോകുന്ന പെൺകുട്ടിയെ തല്ലുന്നോടാ? ഈ കുട്ടി ഗാർഹിക പീഡനത്തിന് നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് തന്നാലുണ്ടല്ലോ, നിന്നെ ഞാൻ അകത്തിടും. മിനിമം 7 വർഷത്തേക്ക് നീ പുറം ലോകം കാണില്ല. അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എന്ത് ധൈര്യത്തിലാ നിങ്ങൾ ഈ കുട്ടിയെ തല്ലുന്നത്? നിങ്ങൾ ഈ കുട്ടിയുടെ അച്ഛനല്ലേ? ഇതൊക്കെ എന്താണെന്ന് ചോദിക്കത്തില്ലേ? മകളെ തല്ലുന്നത് കണ്ടോണ്ട് നിൽക്കുകയാണോ? നീ ഇത് പറയുന്നു, എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ സംസാരിച്ചാലും അച്ഛനെ വഴക്ക് പറഞ്ഞ് ഇവരെന്നെ തല്ലും. പോലീസുകാരി ചോദിക്കുന്നു, ഇവരൊക്കെ നിന്നെ തല്ലാനും ചീത്ത പറയാനും കാരണം എന്താ? അപ്പൊ നീതു പറയുകയാണ്, എനിക്കൊരാളെ ഇഷ്ടമാണ് മാഡം, അത് ഇവർക്ക് ഇഷ്ടമല്ല, അതാണ് കാരണം. സീത പറയുന്നു, മാഡം അതൊരു വളരെ മോശപ്പെട്ട കുടുംബമാ. ഇന്ന് രാവിലെ പോലും അവനെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാ. അവനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഇവള് കേൾക്കില്ല. അപ്പൊ നീതു പറയുന്നു, മാഡം ഞാൻ അവനെ പ്രണയിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ ഞാൻ വീട്ടിൽ നിന്നൊന്നും ഇറങ്ങി പോയിട്ടില്ല. ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ പഠിക്കുന്ന കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ അവൻ എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു. പക്ഷെ ഇവരെല്ലാവരും കൂടി എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നാ പറയുന്നത്. അവനെ പ്രേമിക്കുവാണെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ വിരട്ടുവാ. ഇത്രയും നാളും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല മാഡം. ഞാൻ പ്രേമിക്കുന്ന ആളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയോ അല്ലെങ്കിൽ ഞാൻ അവന്റെ വീട്ടിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. എനിക്ക് ആ പയ്യനെ ഇഷ്ടമാ, അവന് എന്നെ ഇഷ്ടമാ, അത്രേ ഉള്ളൂ. അതിനാ ഇവരെല്ലാവരും കൂടി എന്നെ ഇങ്ങനെ തല്ലുന്നത്. ദേ നോക്ക് മാഡം, എന്റെ കൈയും കാലും എല്ലാം ഇവര് തല്ലിയന്റെ പാടുകളാ. എനിക്ക് വയ്യ. ദേ ഈ നിൽക്കുന്ന തടിമാടുണ്ടല്ലോ, എപ്പോ നോക്കിയാലും എന്നെ കൊല്ലുമെന്നാ പറയുന്നത്. ഇവൻ അടിക്കുന്ന അടിയില് ഞാൻ ഒരു ദിവസം ചാകുമെന്നാ തോന്നുന്നത്. ഇവരിൽ നിന്നും മാഡം വേണം എന്റെ ജീവൻ രക്ഷിക്കാൻ. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ ഇവര് കൊന്നു കളഞ്ഞേനെ. എന്റെ ജീവൻ ഇവിടെ ഒരു സുരക്ഷിതത്വവും ഇല്ല മാഡം. സീത പറയുന്നു, മാഡം ഇവൾ ആവശ്യമില്ലാതെ ഞങ്ങളുടെ മേൽ പഴിചാരുവാ. ഇവള് പ്രേമിക്കുന്ന ഒരു റൗഡിയാ. അങ്ങനെ ഒരാളെ ഇവള് പ്രേമിക്കുമ്പോൾ ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ മാഡം? നിങ്ങൾ തന്നെ പറ, തടയാൻ ശ്രമിക്കുകയല്ലേ ചെയ്യും. അപ്പൊ നീതു പറയുകയാണ്, ഞാൻ എന്താ അവന്റെ കൂടെ ഓടിച്ചോടി പോയോ? ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പൊ തന്നെ അവനുമായിട്ടുള്ള കല്യാണം നടത്തി തരണമെന്നാ ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഒരുപാട് പഠിക്കണം, പിന്നെ നല്ലൊരു ജോലിക്ക് പോകണം, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് മാഡം. എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തല്ലുകയാണ് മാഡം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോണെന്നാ പറയുന്നത്. ഞാൻ എവിടെ പോകും മാഡം? ഇതല്ലേ എന്റെ വീട്, ഞാൻ എന്തിനാ ഈ വീട് വിട്ട് പോണം? ഇത് കിട്ടിയ പോലീസുകാരി ചോദിക്കാണ്, ഈ കുട്ടി പറയുന്നത് ശരിയല്ലേ? ആ കുട്ടി മുന്നോട്ട് പഠിക്കാനല്ലേ ആഗ്രഹിക്കുന്നത്, ആ പയ്യനെ കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ. പിന്നെന്തിനാ ഈ കുട്ടിയെ നിങ്ങൾ ഇങ്ങനെ തല്ലുന്നത്? എടാ നീ വല്ലാണ്ട് വിരട്ടുന്നുണ്ടല്ലേ, എന്റെ ജീവൻ ആപത്തുണ്ടെന്നാണല്ലോ ആ കുട്ടി പറയുന്നത്. ഈ കുട്ടി പറഞ്ഞതെല്ലാം ഒരു റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് തന്നാൽ നിങ്ങൾ 3 പേരും അകത്ത് കിടക്കും. ഇത് കേട്ട് അവർ ഭയത്തോടു കൂടി നിൽക്കുകയാണ്. പോലീസുകാരി ചോദിക്കുന്നു, എന്താ ഇനിയുള്ള കാലം ജയിലിൽ കഴിയാനാണോ? അടുത്ത 5 വർഷം കോർട്ട് കേസ് എന്ന് പറഞ്ഞ് കയറി ഇറങ്ങും. വേണ്ട വേണ്ടെന്ന് അഖിൽ പറയുമ്പോൾ പോലീസുകാരി പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ്. ഇനി ആരെങ്കിലും ഈ കുട്ടിയുടെ ദേഹത്ത് കൈവച്ചാൽ കമ്പി എണ്ണേണ്ടി വരും, മനസ്സിലായോ? ശരി മേഡമെന്ന് ചന്ദ്രൻ പറയുമ്പോൾ പോലീസുകാരി ചോദിക്കുന്നു, എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായി മേഡമെന്ന് സീത പറയുമ്പോൾ പോലീസുകാരി പറയുകയാണ്, ഡെയിലി വന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഈ കുട്ടിയുടെ ദേഹത്ത് ഒരു ചെറിയ മുറിവോ ചതവോ കണ്ടാൽ ഞാൻ നിങ്ങളെ 3 പേരെയും അകത്താക്കും. പോയി ഒരു പേപ്പറും പേനയും എടുത്തോണ്ട് വാ. ഇത് കേട്ട് നീതു അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ പോലീസുകാരി പറയുന്നു, കുട്ടി ഇവിടെ നിൽക്കുക, എടാ പോയി എടുത്തോണ്ട് വാടാ. അഖിൽ ഒരു പേപ്പറും പേനയുമായി വരുമ്പോൾ പോലീസുകാരി ചോദിക്കുന്നു, നിനക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാലോ? അറിയാം മേഡമെന്ന് അഖിൽ പറയുമ്പോൾ പോലീസുകാരി പറയുകയാണ്, ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ എഴുതണം. നിന്റെ പേര് അഖിൽ എന്നല്ലേ? അതേന്ന് അഖിൽ പറയുമ്പോൾ പോലീസുകാരി പറയുകയാണ്, എങ്കിൽ എഴുത്, എന്റെ പേര് അഖിൽ. ഇനി എന്റെ സഹോദരി നീതുവിനെ ഏതൊരു സാഹചര്യത്തിലും മടിക്കുകയോ വഴക്ക് പറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യില്ല, എഴുതങ്ങോട്ട്. ഇത് കേട്ട് അഖിൽ അത് എഴുതി കൊടുക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നീതു. ചന്ദ്രനും സീതയും ടെൻഷനോടുകൂടി അഖിലിനെ നോക്കുന്നു. തുടർന്ന് അഖിലിനെ കൊണ്ടും സീതയെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും അതിൽ സൈൻ ചെയ്യിപ്പിക്കുകയാണ് അവർ. ശേഷം ആ പേപ്പർ വാങ്ങിച്ചു നോക്കി പോലീസുകാരി പറയുന്നു, എഴുതി സൈൻ ചെയ്തതാ, പറഞ്ഞതുപോലെ ജീവിച്ചോണം, അല്ലാതെ ഈ കുട്ടിയുടെ ദേഹത്ത് കൈവച്ചാൽ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് സൈൻ വാങ്ങിയതുപോലെ ഈ കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു കംപ്ലൈന്റ് വാങ്ങിച്ച് നിങ്ങളെ 3 എണ്ണത്തിനെയും ഞാൻ അകത്താക്കും, മനസ്സിലായോ? മനസ്സിലായി എന്ന് സീതയും ചന്ദ്രനും പറയുമ്പോൾ തലയാട്ടുകയാണ് അഖിൽ. പോലീസുകാരി പറയുന്നു, ദേ നോക്ക് നീതു, ഇനി ഇവർ ആരെങ്കിലും കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി, എന്റെ പേഴ്സണൽ നമ്പർ തരാം, നോട്ട് ചെയ്തോ. അഖിലിന്റെ കയ്യിലിരിക്കുന്ന ബുക്കും പേനയും വാങ്ങിച്ച് നമ്പർ എഴുതിയെടുക്കുകയാണ് നീതു. താങ്ക് യു മേഡം എന്ന് നീതു പറയുമ്പോൾ പോലീസുകാരി പറയുകയാണ്, മര്യാദയ്ക്ക് ജീവിച്ചോണം,
ഓർക്കണം. ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ വന്നാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ അകത്താക്കും. ശരി നീതു എന്ന് പറഞ്ഞ് പോലീസുകാർ അവിടെ വന്ന് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് നീതു. തുടർന്ന് ഹരീഷിന്റെ കടയിലേക്ക് വന്ന നീതു ചായ കുടിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്നു, എന്താ നടന്നത് വീട്ടില്? ഒന്നും പറയാൻ നീ എന്തു ഈ ചായയും കുടിച്ചോണ്ടിരിക്കുന്നത്? എന്റെ ടെൻഷൻ എന്താ നീ മനസ്സിലാക്കാത്തെ? വലിയ പ്രശ്നം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതാ. ഞാൻ പറയുന്നത് കേൾക്കാതെ വീണ്ടും വീട്ടിലേക്ക് പോയി. അവിടെ എന്താ നടന്നെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? അപ്പൊ നീതു പറയണ, നീ എന്നെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോയില്ലേ, പിന്നെന്താ? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ നിന്നെ കൊണ്ടുവിട്ടിട്ട് അങ്ങനെ അങ്ങ് പോയതൊന്നുമല്ല, കുറച്ചുനേരം അവിടെ ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാ പോയത്. എന്തിനെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, അവര് നിന്നെ തല്ലിയാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഓടി വന്ന് രക്ഷിക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങി നിൽക്കുകയായിരുന്നു. 2 മണിക്കൂർ നിന്നു. സത്യമാണോ ഹരീഷ് എന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, പിന്നല്ലാതെ അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകാൻ പറ്റുമോ എനിക്ക്? ഇത് കേട്ട് നീതു പറയണ, നിനക്കപ്പോ എന്നോട് നല്ല സ്നേഹം ഉണ്ടല്ലേ? ഇപ്പൊ അതാണ് പ്രധാനം. അവിടെ എന്താ നടന്നെന്നൊന്ന് പറയടി. അപ്പൊ നീതു പറയണ, എന്താ നടന്നെന്നോ? ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്ന തന്നെ അവർക്ക് എല്ലാവർക്കും ഷോക്കായി. ഞാൻ നിന്റെ കൂടെ പോയതാണ്, ഇനി തിരിച്ചു വരില്ല എന്നാ അവര് വിചാരിച്ച്. ഭയങ്കര ബഹളമായിരുന്നു. ഞാനൊന്നും കേട്ടില്ലല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, ആരും കേൾക്കാതിരിക്കാൻ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിട്ടായിരുന്നു ബഹളം. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം നീതു ഹരീഷിനോട് പറയുകയാണ്. എന്റെ കൈയും കാലും തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അഖിലേട്ടനും അമ്മയും. അവരുടെ ശല്യം സഹിക്കാനാകാതെ റൂമിനകത്ത് കയറി വാതിലടച്ച് ഞാൻ പോലീസിൽ അറിയിച്ചു. ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഹരീഷും ചന്തുവും ടിറ്റോയും. പോലീസുകാരെ വിളിച്ച നീ എന്താ പറയുന്ന ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, വേറെ എന്ത്, എന്റെ വീട്ടുകാരെന്നെ ടോർച്ചർ ചെയ്യുന്നു, കൊല്ലു എന്ന് പറഞ്ഞ് വിരട്ടുന്നു, എന്റെ ജീവൻ ആപത്താ. അങ്ങനെയൊക്കെ അങ്ങ് കരഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും കള്ളല്ലോ, അവരെന്നെ ടോർച്ചർ ചെയ്യുകയില്ലായിരുന്നു. ഉടനെ വന്നെന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ ഉടനെ അവിടെ എത്തി. അച്ഛനെ അമ്മയും ചേട്ടനെ എല്ലാവരെയും നന്നായി വിരട്ടി. ഇനി ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാത്തിനെയും അകത്താക്കുമെന്ന് പറഞ്ഞു. പോലീസ് കംപ്ലൈന്റ് വരെ പോകുമെന്ന് അവര് വിചാരിച്ചതേയില്ല. പോലീസുകാര് താക്കീത് കൊടുത്തു. ഇനി എന്നെ നന്നായി നോക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ അവര് പറഞ്ഞു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഉടനെ പോലീസിനെ വിളിക്കണമെന്നാ അവര് പറഞ്ഞു. അവരെനിക്ക് പേഴ്സണൽ നമ്പറൊക്കെ തന്നിട്ടാ പോയത്. പോലീസുകാർ പോയിട്ട് വീട്ടിലുള്ളവർ എന്ത് പറഞ്ഞെന്ന് ടിറ്റോ ചോദിക്കുമ്പോൾ നീതു നടന്ന കാര്യങ്ങൾ പറയുകയാണ്. അഖിലിന്റെ അരികിലേക്ക് വന്ന നീതു പറയുന്നു, ഇനി എന്റെ ദേഹത്തൊന്ന് കൈവച്ച് നോക്ക്, അടി. എന്റെ കൈയും കാലും തല്ലി ഉടയ്ക്കണമെന്നല്ലേ പറഞ്ഞത്, ഇപ്പൊ അടിക്കടാ. ഇനി നീ എന്നെ അടിക്കില്ല. ഇനി എന്നെ അടിക്കാൻ കൈ ഓങ്ങിയാൽ പോലും പോലീസിൽ ഞാൻ അറിയിക്കും, പിന്നെ നീ ജയിലിലായിരിക്കും. അച്ഛാ, ഇനി ഹരീഷിന്റെ കടയിൽ പോയി വിരട്ടുന്ന പരിപാടിയൊന്നും വേണ്ട. നീതു സീതയോട് ചോദിക്കുന്നു, എന്താ നോക്കുന്നത്? ചുമ്മാ ഇറങ്ങിപ്പോന്ന് പറഞ്ഞാ ഞാൻ എങ്ങോട്ട് പോവാനാ? എന്നെ നിങ്ങളല്ലേ പ്രസവിച്ചത്, നിങ്ങൾ വേണം എന്നെ നോക്കാൻ. എന്നെ ശല്യം ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല. അങ്ങനെ നീതു അടുക്കളയിലേക്ക് പോയി ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആർത്തിയോടുകൂടി ഭക്ഷണം കഴിക്കുന്ന നീതു ചുമക്കുകയാണ്. നീതു അഖിലിനോട് ചോദിക്കുന്നു, ചുമക്കുന്ന കണ്ടില്ലേ, പോയി വെള്ളം എടുത്തോണ്ട് വാ. അഖില് വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ നീതു പറയുന്നു, നാളെ മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം ഇവിടെ ഉണ്ടാക്കിയാൽ മതി, എന്താ വേണ്ടെന്ന് ഞാൻ അപ്പൊ പറയാം. അങ്ങനെ നീതു ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഭയത്തോടു കൂടി നിൽക്കുകയാണ്. ഇതെല്ലാം കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഹരീഷും ടിറ്റോയും ചന്തുവും. നീതുവും അവരുടെ ഒപ്പം ചിരിക്കുന്നു. അപ്പൊ നീതു പറയാണ്, ഹരീഷ് നീ ടെൻഷൻ ആവണ്ട, നമുക്ക് പതിയെ കല്യാണം കഴിച്ചാൽ മതി. സുഭാഷ് ഏട്ടന്റെയും നികേഷിന്റെയും ഒക്കെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കല്യാണം കഴിച്ചാലും മതി, എനിക്ക് ഓക്കെയാ. നമുക്കിങ്ങനെ പ്രേമിച്ച് നടക്കാന്നേ. ഞാൻ ഇനി എത്ര നാൾ വേണമെങ്കിലും എന്റെ വീട്ടിൽ താമസിച്ചോളാം, നീ ടെൻഷൻ ആണ്ട കേട്ടോ. ശരി എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് ഹരീഷ്. നീതുവും പുഞ്ചിരിച്ച് ഹരീഷിനെ നോക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്